സഹോദരന്മാരെ, ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം കേരളത്തിലെ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഭക്ഷണ വിതരണം തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ ആ കാലഘട്ടം മുതൽ തന്നെ ചില കോൺഗ്രസുകാർക്ക്, കോൺഗ്രസ് നേതാക്കന്മാർക്ക് അത് തീരെ സഹിക്കാത്തവരുണ്ട്. മുമ്പൊരു നേതാവ് പറഞ്ഞത് ഈ പൊതിച്ചോറിന്റെ പിന്നിൽ അനാശാസ്യം ഉണ്ട് എന്നാണ് ഒരു നേതാവ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ അനാശാസ്യം ഇത് കേരളീയ പൊതുസമൂഹം കണ്ടതാണ്. അദ്ദേഹത്തിന് ഇപ്പൊ മര്യാദയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, തലയിൽ മുണ്ടിടാണ്ട് പൊതുരംഗത്ത് ഇറങ്ങാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായി അദ്ദേഹത്തിന്റെ അനാശാസ്യം കൊണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട മുരളീധരൻ, കരുണാകരന്റെ മോന് കൂടിയാണല്ലോ, അദ്ദേഹം പറയാ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ എന്ത് പറ്റൂല, ഈ ഭക്ഷണ വിതരണം ചെയ്യുന്നത് നിർത്തലാക്കണം, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ നടത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് പറയാ, കാരണം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനമോ അല്ലെങ്കിൽ അവരെ യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, മൂത്ത കോൺഗ്രസ് ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, അവർക്കൊന്നും ഇങ്ങനെയുള്ള സേവന പ്രവർത്തനത്തെ കുറിച്ചിട്ട് കൂടുതൽ ബോധ്യമില്ല, അവർ ചെയ്യുന്നില്ല. അഥവാ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ മറവിൽ എന്ത് ചെയ്യുക, ഫണ്ട് പിരിക്കുക, നേതാക്കന്മാർ മുക്കുക എന്നുള്ള രീതിയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റു പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്തതിന്റെ മാനസികാവസ്ഥ അതുകൊണ്ടാണ്. എന്നാൽ ഈ കേരളത്തിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ പൊതിച്ചോറ് വിതരണം തടയാൻ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് എന്നല്ല, അല്ലെങ്കിൽ എന്താ പറയുക, മൂത്ത കോൺഗ്രസുകാർക്കായിക്കോട്ടെ, യൂത്ത് കോൺഗ്രസുകാർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടത്തിനായിക്കോട്ടെ അത് സാധിക്കില്ല. കാരണം ആ പൊതിച്ചോറ് വാങ്ങുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഇന്നും ഓരോ മെഡിക്കൽ കോളേജിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് കൂട്ടുനിൽക്കുന്നവരും രോഗികളും ഈ പൊതിച്ചോറിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ഇന്നും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട്. അത് തടയാൻ നിങ്ങൾക്ക് ആർക്കും ആവൂല. അങ്ങനെ തടയാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം സടകുടഞ്ഞണീറ്റ് അതിനെ ശക്തമായി നേരിടുക തന്നെ ചെയ്യും. കാരണം ഇതൊരു വയറ്റിപ്പഴപ്പിന്റെ ഒരു വിഷയമാണ്, വിശപ്പിന്റെ ഒരു വിഷയമാണ്. ഇത് എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ തന്നെ പറയട്ടെ, അവർക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ചില നേതാക്കന്മാർക്ക് ഇത് കാണുമെന്ന, ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ടോ, ഇതിൽ നിന്ന് ലാഭം മറ്റുള്ളവർ കൊയ്യുന്നുണ്ടോ എന്നുള്ളൊരു ബേജാറ്. പിന്നെ നമ്മൾ ചെയ്യുന്നില്ല, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസൂയാണ് ചില നേതാക്കന്മാർക്ക് ഉള്ളത്. അതുകൊണ്ട് എനക്ക് പറയാനുള്ളത്, ഈ പൊതിച്ചോറ് വിതരണം തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം നടത്തുന്ന ഈ സേവന പ്രവർത്തനം തടയാൻ ഈ കേരളത്തിലെ മൂക്ക് കീപ്പോയിട്ടുള്ള ഒരു മനുഷ്യനും മുതിരൂല, തയ്യാറാവൂല. പിന്നെ ചില വ്യക്തികൾ, മുരളീധരനെ കുറിച്ചിട്ട് നമുക്കറിയാലോ, അരണംകെട്ടവർ നാട് ഭരിച്ചാൽ എന്ന് പറഞ്ഞ വ്യക്തിയാണല്ലോ അദ്ദേഹം ഇപ്പോ അരണംകെട്ട വ്യക്തിയാണോ എന്ന് ഞാൻ പറയാൻ ആളല്ല. അത് പൊതുസമൂഹം ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്നില്ല, ഡോക്ടറില്ല, പലപ്പോഴുമായിട്ട് രോഗികൾ മരിക്കുന്നു, എന്താ പറയുക, ഡോക്ടർമാരുടെ പിഴവ് കൊണ്ട് രോഗികൾ മരിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഉണ്ട്, ഇപ്പൊ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കൊറോണ മുതൽ, നിപ്പ മുതൽ, എന്താ പറയുക, ഷിഗല്ല രോഗം വരെ പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ സമയത്തു ഞാൻ ഏതായാലും അരണം കെട്ടവൻ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഡിവൈഎഫ്ഐ നൽകുന്ന ഈ സേവന പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. അതിന് കേരളീയ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉണ്ട്. വെറും CPM-കാരെയോ ഇടതുപക്ഷക്കാരുടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെയോ മാത്രം പിന്തുണയല്ല, എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും പിന്തുണയുള്ള ഒരു സേവന പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് തുടരുക തന്നെ ചെയ്യും. അതിനെ എതിർക്കാൻ, അതിനെ തടയാൻ ഒരു കുട്ടിക്കും സാധ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.